ഓക്കെ, സോ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളൊരു നമ്മുടെ ഈ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ആ ഒരു വൈബിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യൂലേ, ഫുൾ കേരളീയൻസൊക്കെ ആയിട്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഡെഫിനറ്റ്ലി മീ ബീങ് ഇൻ കേരള അത് ഒരിക്കലും നടക്കില്ല, അതെനിക്കറിയാം. അത് നമ്മുടെ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, മഞ്ഞില്ലാണ്ട് എന്ത് ക്രിസ്മസ്. ഇവിടെ ഈ നട്ടുച്ചയ്ക്ക് വേർത്ത് കുളിച്ചിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആ ഡെക്കറേഷൻ, ഇറ്റ്സ് നോട്ട് ദാറ്റ് എസ്തെറ്റിക് ആക്ച്വലി. അപ്പം ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ ഓവറാക്കി ചളാക്കി കൊളാക്കി ഇങ്ങനെ ആ ഒരു ടൈപ്പ് ഡെക്കറേഷൻ ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. ലൈക്ക് ഐ ഗെറ്റ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോംപ്ലിമെന്റ്സ് ഒരുപാട്. പക്ഷെ ഞാനത് ആക്ച്വലി എസ്തെറ്റിക് രീതിയിൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറില്ല. ആൻഡ് ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം ബൈ ദ വേ. പക്ഷെ ഈ ടൈം നമ്മൾ ക്യൂട്ട് എസ്തെറ്റിക് എന്താ പറയുക, ഒരു ക്രിസ്മസ് ഡെക്കോറാണ് മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് ഹൂ നോസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മൾ ഇനി ഡെക്കറേഷൻ ചെയ്യുന്ന മേടിക്കുന്ന സ്ഥലത്തോട്ട് ഇപ്പോൾ. ഓക്കെ, അപ്പം ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഇവിടെ വെക്കാനായിരുന്നു, ഇവിടെ ഈ ഒരു ഏരിയയിൽ. പക്ഷെ ഇപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ വേറൊരാൾ കുറേ വർഷമായിട്ട് ഇരിക്കുന്നുണ്ട്. വീട് പണിതിപ്പം മുതൽ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു വ്യക്തിയുടെയാണ്. സോ ആൾ മാറുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പ്ലീസ്, ഒഴിവാക്കിയതല്ല, ഈ ഒരു മാസം വേറൊരാളുടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിൽ ഏതെങ്കിലും ഒരു മൂല തന്നിരിക്കും. ഓക്കെ ഓക്കെ, സോ പുള്ളിക്ക് ഫീൽ ആവില്ല എന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ മൂല അല്ല, അത് പക്ഷേ എസ്തെറ്റിക് ഉണ്ടാവില്ല. ഞാൻ എസ്തെറ്റിക്കിൻ്റെ ആളായതുകൊണ്ട് കൃഷ്ണനെ ഞാൻ മിക്കവാറും എങ്ങോട്ടേലൊക്കെ തട്ടും. നമ്മൾ ഈശോനെയും ഉണ്ണീശോനെയും അങ്ങനെയൊന്നും സെറ്റാക്കുന്നില്ല. ജസ്റ്റ് ലൈക്ക് ആ ഒരു ക്രിസ്മസ് കോസി. എന്താണ് അച്ഛക്ക് എന്താണ് പറയാനുള്ളത് പറയും. ഒഴിവാക്കി വിട്ടു. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ദ പ്ലാൻ. അപ്പം നമ്മൾ എൻ്റെ സ്വപ്നങ്ങളിലുള്ള ഒരു ക്രിസ്മസ് വൈബ് ആക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, പിയു നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നു. പിയു ക്രിസ്മസ് ട്രീ ബാ, ക്രിസ്മസ് ട്രീ കാണിക്കാം. ബാ, റൂബി നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നു. റൂബി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നു. പൊക്കത്തേം കൂടെ ഇതാരിത്? നിങ്ങളുടെ പേരൊന്ന് പറയാമോ? ഹലോ റൂബി, ക്രിസ്മസ് ട്രീ. റൂബി ക്രിസ്മസ് ട്രീ. റൂബി, ഹായ് റൂബി. ഹലോ ഗൈസ്, സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ക്രിസ്മസ് ട്രീ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് അമ്മ ഒന്നും ഉണ്ടായിരുന്നേ. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ
അച്ഛൻ 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 സോ ബേസിക്കലി എൻ്റെ 26 വയസ്സ് വരെയുള്ള ഒരു ആഗ്രഹമായിരുന്നു വീട്ടിൽ ക്രിസ്മസ് ട്രീ തൂക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇന്നാണ് സാധിച്ചത്. എനിക്ക് ഭയങ്കര ക്രിഞ്ചാന്ന് തോന്നുമെങ്കിലും ദിസ് ഈസ് മൈ ജെന്യുവൻ ഇമോഷൻ. ഓക്കെ, ഇതിൽ ഇങ്ങനത്തെ കുറേ ബോൾസ് ഉണ്ട്, പിന്നെ കുറെ ഗിഫ്റ്റിന്റെ സംഭവങ്ങളുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ ഇടുക, എല്ലാം ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മുടുക്കിയായിട്ടുണ്ട് അമ്മേ. പിയോ, ഇനി ഈ സാധനം, ഇത് എന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ദിസ് ലുക്സ് ക്യൂട്ട്. അയ്യോ, സോ ദിസ് തിങ്, ഇത് പണ്ട് ശോഭനമ്മയുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇതിങ്ങനെ അവരുടെ ഈ സംഭവം ഇതിങ്ങനെ കെട്ടി തൂക്കിയിടുമായിരുന്നു. ഇതും പിന്നെ ഇതേപോലത്തെ കുറേ ബോർഡും. അപ്പം അന്ന് ഞാൻ അപ്പോൾ കുഞ്ഞായിരിക്കും എപ്പോഴും ശോഭനമ്മയുടെ അടുത്താണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് എന്തോ ശരിക്കും ഗിഫ്റ്റ് ഉണ്ടെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡിലുള്ള ഒരു തോട്ട് ആക്ച്വലി. പിന്നെ കുറേ നാൾ അതിങ്ങനെ ആ വീട് പണിതിട്ട് കുറേ വർഷങ്ങളോളം അത് ഈ ഗിഫ്റ്റ് ഇങ്ങനെ ആ ഡൈനിങ് ടേബിളിൽ ഫ്രണ്ടിൽ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ടേ ഉള്ളൂ അവരത് ക്ലീൻ ചെയ്തിട്ട് മാറ്റിയിട്ട്. എൻ്റെ ആ ഒരു കുഞ്ഞു മനസ്സ് മുതലേ ഇതിനകത്ത് എന്തോ വലിയ ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളതായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് ഒരു ഗിഫ്റ്റും ഇല്ല, ഇത് ജസ്റ്റ് തെർമോക്കോൾ മാത്രമാണെന്നുള്ളത്. പക്ഷെ ആ ഒരു കുട്ടിയിലെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ഈ സാധനം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഇതിൽ ഗിഫ്റ്റ് ഉണ്ട്, ഇതിൽ പൊട്ടിച്ച് നോക്കിയാലോ എന്നുള്ളത്. ഓക്കെ, ഇത് ഗിൽറ്റായി തിളങ്ങുന്നുണ്ട്. തിളങ്ങുന്നുണ്ടെന്നല്ല, അത് പൊളിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നൗ ഓൾമോസ്റ്റ് ഇങ്ങനെ മറ്റേ ഈ ബോൾസ് ഇല്ലേ അതെല്ലാം തീർന്നു. ഓക്കെ, നൗ ദിസ് ഇസ് ദ മെയിൻ പാർട്ട്. കുറേ ക്രിസ്മസ് അപ്പൂപ്പൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ സ്റ്റൈലും, മോഹൻലാൽ സ്റ്റൈല് ക്രിസ്മസ് അപ്പൂപ്പൻ, തോളിച്ചിരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ, ഈ ട്രെൻഡ് കൊണ്ടുവന്ന് ആൾക്കാർ ഇങ്ങനെ വെറൈറ്റി ആക്കാൻ നോക്കിയിട്ട് ഭയങ്കര ഫ്ലോപ്പായ കുറേ ക്രിസ്മസ് അപ്പൂപ്പൻ കടലുണ്ടായിരുന്നു. പക്ഷേ ദിസ് വാസ് മൈ ഫേവറേറ്റ്. ഹി ലുക്സ് വെരി ക്യൂട്ട്. ഹിസ് ലൈക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് യങ്ങസ്റ്റ് ക്രിസ്മസ് അപ്പൂപ്പൻ പോലെ എനിക്ക് തോന്നി.
ഇത് ഭയങ്കര ഇത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മളെ കിട്ടി തൂക്കി. അത് ക്രിസ്മസ് പൂപ്പനല്ല, മറ്റേ സ്നോമാൻ പോലത്തെയാണ്. സോ ഇനി ഇതും കൂടെ നമുക്ക് തൂക്കാനുള്ളൂ. ഇത് എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് ഏറ്റവും ഒരു അരമണിക്കൂറല്ല, 1 മണിക്കൂർ, 1 മണിക്കൂറത്തെ ഒടുവിൽ ടൺ 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 ടൺ. ഈ വീഡിയോയിൽ കാണുന്നതിലും ഒരു 10, 15, 20 മടങ്ങ് ഭംഗിയെ കാണാൻ. എൻ്റെ 26 വർഷത്തെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം. ഐ മീൻ ദിസ് ഇസ് നോട്ട് എ ഡ്രീം ബൈ ദ വേ, ബട്ട് ഇത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഫൈനലി മൈ ഹോൾ ഹലോ. ഞാൻ ജെനുവിൻലി പറയുകയാണെങ്കിൽ 2025 ഏറ്റവും മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ടെങ്കിൽ സത്യമായിട്ടും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ലൈഫ് യു ഹാവ് ടു മേക്ക് എ ക്രിസ്മസ് ട്രീ. ലൈക്ക് ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് യു ഹാവ് ടു മേക്ക് വൺ ബ്രോ. ലൈക്ക് ഇപ്പം ഞാൻ ചത്തയുണ്ടല്ലോ, എൻ്റെ ഇങ്ങനെ എന്താ പറയുക, ഈ ബൾബ് തിളങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും ചാകുന്നത്. ബിക്കോസ് ഐ എം സോ ഹാപ്പി, ലൈക്ക് സോ 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 ഹാപ്പി. Look at this Christmas tree. Look at this apple. Look at this baby. So please, once in a lifetime, you have to do this. അത് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യണം കേട്ടോ. ചുമ്മാ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചുമ്മാ ഫോർ ദ ഫേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ് എന്നുള്ള ഇത് ചെയ്യുകയാണെങ്കിൽ യു വോണ്ട് ഫീൽ അത്രയും സന്തോഷം. ഞാൻ എന്ന് പറഞ്ഞാൽ ഇത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. പക്ഷെ ഐ നെവർ തോട്ട് അവസാനം നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വരും ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. ഐ ആം സോ ഹാപ്പി. ഞാൻ ഇവിടെ പറയായിരുന്നു, ഞാൻ ജനുവരി മുതൽ ഡിസംബർ വരെ ഈ സാധനം ഇങ്ങനെ എന്നെ വെച്ചോട്ടെ. എന്ത് രസാ, ഐ ലവ് ഇറ്റ്. നോക്കിതെന്ത് ഭംഗിയാ. പക്ഷെ ഉണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്ന ഭംഗിയുടെ ഇരട്ടിയുടെ ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. ഐ സ്വെയർ. ഞാൻ നമ്മോട് പറയായിരുന്നു, ഞാൻ ഇന്ന് കട്ടിലേക്ക് കിടന്നുറങ്ങൂല. ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ബെഡ് വിരിച്ചിട്ട് ഇങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് കിടന്നുറങ്ങുന്നു. നല്ല രസമുണ്ട്. പ്ലീസ് ഗൈസ്, ഒരു ക്രിസ്മസ് ട്രീ യു ഹാവ് ടു ഹാവ് ഇൻ യുവർ ഹൗസ്. എന്ത് രസാ. ഷോക്ക് അടിച്ച് ചവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് രാവിലെ അമ്മ വരുമ്പോൾ മറ്റേ കാക്കയൊക്കെ കമ്പിയിൽ കരിഞ്ഞിരിക്കുന്നതല്ല ഞാനിങ്ങനെ ക്രിസ്മസ് ട്രീയിൽ കരിഞ്ഞിരിക്കും. ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ഇറ്റ്. ലൈക്ക് ആ ഒരു വൈബ് ഇപ്പം ഉണ്ടല്ലോ. ഇപ്പം എൻ്റെ വീട് മൊത്തം ഒരു ക്രിസ്മസ് വൈബാണ്. കണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മൾ ക്രിസ്മസ് എങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം. ഐ മീൻ സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാർക്ക് കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ സെലിബ്രേഷൻസ് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ഫാമിലിയാണ് ബൈ ദ വേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം.